ഫൈസൽ ഹംസ, ഈ ആമസോൺ ക്ലൗഡ് പണിമുടക്കിയത് 15 മണിക്കൂറാണ്. പല കമ്പനികളെയും അത് രൂക്ഷമായി ബാധിച്ചു എന്നാണ് അറിയുന്നത്. എന്താണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ ഹംസ? തീർച്ചയായും ഡോക്ടർ അരുൺ കുമാർ, ഇക്കാര്യത്തിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ ആമസോൺ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആമസോണിൻ്റെ വെബ് സർവീസ് എന്ന് പറയുന്നത് ലോകത്തെ ക്ലൗഡ് സർവീസ് നൽകുന്ന ഏറ്റവും വലിയ കമ്പനിയാണ്. സർക്കാർ ഏജൻസികൾ, അതോടൊപ്പം തന്നെ ബാങ്കുകൾ, വിവിധ പ്രമുഖ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം ആശ്രയിക്കുന്ന ഒരു സേവനം കൂടിയാണിത്. ഇക്കാര്യത്തിൽ 2 പ്രശ്നങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് ആമസോൺ അറിയിച്ചിരിക്കുന്നത്. ഒന്ന്, നോർത്ത് വിർജീനിയ ഡാറ്റാ സെൻറ്ററിലെ ഈസ്റ്റ് ക്ലസ്റ്ററിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു. അതാണ് ഈ തരത്തിലുള്ള സെർവറുകളെ ബാധിച്ചത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഡൊമൈൻ നെയിം സിസ്റ്റത്തിനെയാണ് ഇത് ബാധിച്ചത് എന്നുള്ളതാണ്. ഈ DNSനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം, അത് സെർച്ചുകളെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് തന്നെയാണ് ലോകമെമ്പാടുമുള്ള 1500-ലേറെ കമ്പനികളെയും ബാധിച്ചത്. ഇതുമൂലം ഉണ്ടായ ഒരു നഷ്ടം എന്നുള്ളത് കണക്കാക്കാവുന്നതിലും അപ്പുറം എന്നാണ് ലോകത്തുള്ള ടെക് വിദഗ്ധരും അതോടൊപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. ബാങ്കുകളെ ബാധിച്ചിരിക്കുന്നു, അതോടൊപ്പം തന്നെ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളെ ബാധിച്ചിരിക്കുന്നു, സ്നാപ്ചാറ്റുകൾ പോലുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളെ ബാധിച്ചിരിക്കുന്നു. അങ്ങനെ ലോകത്തുള്ള ഒട്ടുമിക്ക എല്ലാ മേഖലയെയും ബാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയ ആഘാതം. എന്തായാലും 15 മണിക്കൂറാണ് പ്രശ്നപരിഹാരത്തിന് എടുത്തത്. ഈ വെർജീനിയയിലെ ഡാറ്റാ സെൻറ്ററിൽ കഴിഞ്ഞ ഏതാണ്ട് 5 വർഷത്തിനിടെ 3 തവണയാണ് ഇത്തരത്തിലുള്ള വലിയ ഈ സെർവർ ഡൗൺ ആകുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. ഡോക്ടർ താങ്ക് യു ഫൈസൽ ഹംസ. ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വലിയ വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കൾ പണിമുടക്കിയാൽ തീരാവുന്ന ബഹളമേ ഉള്ളൂ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദിവസങ്ങളോളം വാട്സപ്പും സോഷ്യൽ മീഡിയയൊക്കെ ഇല്ലെങ്കിൽ പുതിയ തലമുറയിലെ കുട്ടികൾ എങ്ങനെ ജീവിക്കും എന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ പടം ഇടാൻ പറ്റുമോ എന്നുള്ളത് മാത്രമല്ല, പല കമ്പനികളുടെയും പ്രവർത്തനം തന്നെ പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. 15 മണിക്കൂർ പണിമുടക്കിയപ്പോഴേക്കും കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. പല പ്രധാനപ്പെട്ട സേവനങ്ങളും നിലയ്ക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി. ഇതൊന്നും പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ചിലർ അറിഞ്ഞിട്ടില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായി.